Hallelujah.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗ്ഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. പുൽക്കൂട്ടിൽ അവതീർണനായി മിശിഹായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോട് പരികർമ്മം ചെയ്ത് പരിത്രാണ കർമ്മത്തിന്റെ ഫലങ്ങൾക്ക് അർഹരാകുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സങ്കീർത്തനം ഒന്ന് ചേർന്ന് നമുക്ക് ആലപിക്കാം. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ത്യോവിൻ കനകപ്പൂങ്കാവിൽ നാഥനു ഗാനമുതിർത്തിടുവിൻ. നാഥനു ഗാനമുതിർത്തിടുവിൻ. ദൈവിക ശക്തിക്കനുഗുണമായി പരിചൊടുനാഥനെ വാഴ്ത്തിടുവിൻ. പാടി പാടി നമിച്ചിടുവിൻ. പാടി പാടി നമിച്ചിടുവിൻ. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. യോവിൻ കനകപ്പൂങ്കാവിൽ നാഥനു ഗാനമുതിർത്തിടുവിൻ. നാഥനു ഗാനമുതിർത്തിടുവിൻ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ പീഠത്തിന്റെയും ഉന്നതമായ ത്രോണോസിന്റെയും അലങ്കൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവ്യന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
ഉന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. ഭക്തയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുടേകുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ വാട്ടിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നോക്കിയിരുന്ന് വചനം കേൾക്കാം. 4 വായനകളാണ് ഇന്ന് വായിച്ചു കേൾക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഏശയ്യായുടെ പ്രവചനമാണ്. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. യേശുവിലൂടെ ഈ വചനങ്ങൾ പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1 വായന ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 7, 10 മുതലുള്ള വാക്യങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീണ്ടും ആകാശിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആകാശ് പ്രതിപദിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ ഏശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിശ്ചയമാണ്. അവന്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും.
രണ്ടാം വായന മിഖായുടെ പുസ്തകത്തിൽ നിന്നാണ്. യേശുനാഥൻ ജനിക്കുന്നത് ബത്ലഹേം എന്ന സ്ഥലത്താണ്. യൂദാ ഭവനത്തിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ബത്ലഹേം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം പഴയ നിയമത്തിൽ എടുത്തു കാട്ടുകയാണ്. നമുക്ക് വചനം കേൾക്കാം. മിഖായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലശൃംഖലകൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോവാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയുമില്ല. ബത്ലഹേം എഫ്രാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവർ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവർ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവർ പ്രസവിക്കുന്നത് വരെ അവർ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിന്റെ ശക്തിയോടെ, തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവർ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വഹിക്കും. അവർ നമുക്ക് സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനങ്ങൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻ പറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടി മെതിച്ചും ചീന്തി കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രകീർത്തനം ആലപിക്കുക. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തിരുജനത്തെ കീർത്തിക്കാം, ഹല്ലേലൂയ പാടിയിടാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. തന്മഹിമാവല്ലോ വാനിലുമൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലേ മിശിഹാതൻ തിരുജനനത്തെ കീർത്തിക്കാം, ഹല്ലേലൂയ പാടിയിടാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലേ മിശിഹാതൻ തിരുജനനത്തെ കീർത്തിക്കാം, ഹല്ലേലൂയ പാടിയിടാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും
സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം നീതികളാലെ വിശ്വാസൻ തിരുനരത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയതയാൽ മധുരിതമാം നീതികളാലെ വിശ്വാസൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. യേശു ക്രിസ്തുവുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവപുത്രന്മാരായി തീരുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. വചനം നമുക്ക് കേൾക്കാം. പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15 മുതൽ 4-ാം അധ്യായം 6 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശ്രയിച്ചാലും നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കുമായിട്ടാണ്. വളരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്നതിൽ പറഞ്ഞിട്ടില്ല. കൃത്യത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലയിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. എന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെ എന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദേവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്നാൽ ജീവദായകമായൊരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നെ നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകരായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. പിതൃത്വാവകാശി വസ്തുവിന്റെ ഉടമയായിരുന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജീവിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകാശം മാറും, ഭൂതലവും മാറും,
വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്തുവിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തുവിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. നമുക്ക് ശ്രദ്ധാപൂർവ്വം ഇത് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ വാക്യങ്ങൾ. ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ലൈറ്റ് ഉണ്ണി പിറന്നു ബെത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ. നിർമ്മലബോധമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. ഉണ്ണി പിറന്നു ബെത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ. നിർമ്മലബോധമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ.
ദീപം താഴിറങ്ങി വരുന്നുലകിൽ താഴിറങ്ങി വരുന്നുലകിൽ ഉണ്ണി പിറന്നു ബത്ലഹേമിൽ വന്ദനമരുളാൻ വന്നിടുവിൻ നിർമ്മലമോഹമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ മംഗളഗാനം പാടിടുവിൻ വിളിച്ചൊരു കീർത്തനവും മാനവരാശകളും വിളിച്ചൊരു കീർത്തനവും മണ്ണിൽ മാനവനാശകളും മാനവദൂതന്മാർ ചേർന്നു ഗീതികൾ പാടുന്നു ചേർന്നു ഗീതികൾ പാടുന്നു ഉണ്ണി പിറന്നു ബത്ലഹേമിൽ വന്ദനമരുളാൻ വന്നിടുവിൻ നിർമ്മലമോഹമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ മംഗളഗാനം പാടിടുവിൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. അഗസ്റ്റ് സീസറിന്റെ കാലഘട്ടത്തിലാണ് യേശു ജനിക്കുക. അഗസ്റ്റ് സീസറിന്റെ ഭരണകാലം BC 27-14 കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭരണപരിഷ്കാരം പാക്സ് റോമാനോ, റോമൻ പീസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംജാതമായ റോമിലെ സമാധാനത്തെ പറ്റിയാണ് പാക്സ് റോമാന എന്ന അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരത്തിൽ പറയുക. ആ സമയത്ത് വചനത്തിൽ നാം കേട്ടതുപോലെ ഒരു വലിയ സെൻസസ് നടക്കുകയുണ്ടായി. റോമാ സാമ്രാജ്യത്തിലെ എല്ലാ മക്കളെയും അവരുടെ പേരെഴുതിക്കാനായി അദ്ദേഹം തീരുമാനിക്കുകയാണ്. അവർ ജന്മസ്ഥലത്ത് വന്ന് പേരെഴുതണം. തിരുക്കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഗർഭിണിയായ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പേരെഴുതിക്കാനായി അവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിലേക്ക് പോവുകയാണ്. ബത്ലഹത്തെ മറ്റൊരു വാക്കിൽ ബൈബിളിൽ പറയുന്നുണ്ട് എഫ്രാത്ത എന്ന് വിളിക്കാറുണ്ട്. ഈ ബത്ലഹേം യാക്കോബിന്റെ ഭാര്യയായിട്ടുള്ള റാഖേലിന്റെ കല്ലറ അവിടെയാണ്. അതുപോലെ ദാവീദിന്റെ നഗരം അവിടെയാണ്. ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ബത്ലഹേമിലാണ്. നസ്രത്തിൽ നിന്ന് ഏതാണ്ട് 135 കിലോമീറ്റർ അകലെയാണ് ഈ ബത്ലഹേം സ്ഥിതി ചെയ്യുക. നോക്കുക, തിരുക്കുടുംബം ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തത് സെൻസസിനായിട്ട് പോകുമ്പോൾ 130 കിലോമീറ്റർ ദൂരമാണ്. അത് കഴിഞ്ഞ് അവർ ബത്ലഹേമിൽ എത്തുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രസവ സമയമായി മാറുകയാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആ പ്രസവത്തിനുള്ള ആ ഒരുക്കങ്ങൾ ഒരു സിനിമയിൽ, ഒരു ഇംഗ്ലീഷ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. യോസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയും നിസ്സഹായരായി മുന്നോട്ട് നീങ്ങുകയാണ്. പ്രസവ സമയമെടുക്കുന്നു. അവരുടെ മുമ്പിൽ ഒരു കൊച്ചു നദിയുണ്ട്. യോസേപ്പ് പിതാവും മാതാവും ഈ നദി ക്രോസ് ചെയ്യുമ്പോൾ മാതാവ് ഒലിച്ചു പോവുകയാണ്, ഒഴുകിപ്പോവുകയാണ്. യോസേപ്പ് പിതാവ് വീണ്ടും ചെന്ന് ഈ പരിശുദ്ധ കന്യകാമറിയത്തെ താങ്ങിയെടുത്ത് ആ നദിയിലൂടെ മുന്നോട്ട് വരുന്നു. അപ്പോൾ പ്രസവത്തിനുള്ള സമയമായി അവൾ ഓരോ സത്രങ്ങൾ ഓടിയെത്തുന്നത് ആ സിനിമ കാണുന്ന എല്ലാവരുടെയും ഈറനണിയിക്കും. ഓരോ സത്രത്തിൻ്റെയും മുമ്പിൽ വാതിലുകൾ അടയ്ക്കപ്പെടുകയാണ്. ഏറ്റവും അവസാനം
സത്രത്തിന്റെ നടുമുറ്റത്ത് കന്നുകാലികളെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. സത്രത്തിൽ വരുന്നവര് അവരുടെ കഴുതയെ കെട്ടാൻ, കുതിരയെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റത്ത് പുൽത്തൊട്ടിയുണ്ട്. മൃഗങ്ങൾക്കുള്ള ഭക്ഷണം അതാണ്. ഈ നടുമുറ്റത്തിന് ചുറ്റും റൂമുകളുണ്ട്. അവിടെ വരുന്ന യാത്രക്കാര് റൂമുകളിൽ കയറി താമസിക്കും. നടുമുറ്റത്ത് മൃഗങ്ങൾ കിടക്കും. യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും ആ പ്രസവത്തിന്റെ സമയം പരിശുദ്ധ കന്യകാമറിയത്തിനാകുമ്പോൾ, സത്രങ്ങളെല്ലാം അടയ്ക്കപ്പെടുമ്പോൾ, ആ കന്നുകാലി തൊഴുത്തില് അവരുടെ പൊന്നോമന പുത്രന് ജന്മം നൽകിയാണ്. യേശുവിന് ജന്മം നൽകിയിട്ട് യേശുവിനെ മാറ്റിക്കിടത്തുന്നത് ഒരു പുൽത്തൊട്ടിയിലാണ്. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് പുൽത്തൊട്ടി. യൗസേപ്പ് പിതാവ് പരാതിപ്പെടുന്നില്ല, പരിശുദ്ധ കന്യകാമറിയം പരാതിപ്പെടുന്നില്ല. ഈ പരാതിയില്ലാത്ത ജീവിതമാണ് യേശുവുള്ള ജീവിതം. അത് സ്തുതിയുടെ ജീവിതമാണ്. കരിസ്മാറ്റിക്കാര് പറയുന്നത് പോലെ സ്തുതിയുടെ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. പലപ്പോഴും നമുക്ക് കംപ്ലൈന്റുകളാണ്, പരാതികളാണ്. എനിക്കതില്ല, എനിക്കിതില്ല എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പരാതിപ്പെടാറുണ്ട്. എന്നാൽ യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിൽ, തൊഴുത്താണെങ്കിൽ തൊഴുത്ത്, ഏതവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. നമുക്കറിയാം, പ്രസവ സമയം ഏത് സ്ത്രീയും ഒരു സ്വകാര്യത അല്ലെങ്കിൽ പ്രൈവസി ആഗ്രഹിക്കുന്ന സമയമാണ്. എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരു മറ കൊടുക്കാനായിട്ട് യൗസേപ്പ് പിതാവിന് സാധിക്കുന്നില്ല. നിറഞ്ഞ കണ്ണുകളോടെ യൗസേപ്പ് പിതാവ് ശിരസ് കുനിച്ച് ഈ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രസവത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ അത്രമാത്രം വലിയ വിഷമം ആ പിതാവിനുണ്ടായി. നമ്മുടെ പിതാക്കന്മാരെ പറ്റി പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് ഉചിതമാണ്. ഭാര്യയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി, മക്കൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി, ഒന്നുമില്ലാതെ ഇതുപോലെ പരാതിയില്ലാതെ നടക്കുന്ന ഇഷ്ടം പോലെ പിതാക്കന്മാര്, അപ്പച്ചന്മാര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കഥയോർക്കുകയാണ്. കഥ ഇതാണ്, കഥയുടെ പേര് ഇതാണ്. ഒരു പെൺകുട്ടി അവളുടെ അപ്പച്ചനെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ അപ്പച്ചൻ നുണ പറയും. അപ്പോൾ അപ്പച്ചൻ നുണ പറയും. അപ്പച്ചൻ നല്ല മനുഷ്യനാണ്, സന്മാർഗ ജീവിതം നയിക്കുന്നവനാണ്, കുടുംബത്തെ നന്നായിട്ട് പോറ്റും. ഇതൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ അപ്പച്ചൻ നുണ പറയും. ഈ അപ്പച്ചനെ പറ്റി അവൾ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് അമ്മയെയും ഞങ്ങളെയും ഹോട്ടലിൽ കൊണ്ടുപോകും, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം അപ്പച്ചൻ വാങ്ങിത്തരും. അതിനുശേഷം അപ്പച്ചൻ പറയും, എനിക്ക് വിശപ്പില്ല. ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്ത കാര്യമല്ല അപ്പച്ചൻ പറയുന്നത്, എനിക്ക് വിശപ്പില്ല. ഞങ്ങൾക്കെല്ലാവർക്കും നല്ല വസ്ത്രങ്ങൾ അപ്പച്ചൻ വാങ്ങിത്തരും. അമ്മയ്ക്കും മക്കളായി ഞങ്ങൾക്കെല്ലാവർക്കും നല്ല വസ്ത്രങ്ങൾ വാങ്ങിത്തരും. എന്നാൽ അപ്പച്ചന് നല്ല വസ്ത്രങ്ങളില്ല. അപ്പച്ചൻ പറയും, എനിക്ക് ആവശ്യത്തിന് വസ്ത്രങ്ങളുണ്ട്. ഇതുപോലുള്ള പിതാക്കന്മാരെ നമുക്ക് ഏറെ കാണാനായിട്ട് സാധിക്കും. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെക്കുന്ന അപ്പച്ചന്മാർ. ഈ അപ്പച്ചനെ യൗസേപ്പ് പിതാവിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ തിരുപ്പിറവിയിൽ ആദ്യമായിട്ടുള്ള സന്ദേശം ലഭിക്കുന്നത് ഇടയന്മാർക്കാണ്. പഴയ നിയമത്തിൽ ഏറെ ഇടയന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആബേൽ ഒരു ഇടയനായിരുന്നു, മോശ ഒരു ഇടയനായിരുന്നു, ദാവീദ് ഒരു ഇടയനായിരുന്നു, യാക്കോബ് ഒരു ഇടയനായിരുന്നു. ഈ ആട്ടിടയന്മാരുടെ പ്രത്യേകത, നാട്ടിലുള്ള വിവരങ്ങൾ ഏറ്റവും കുറച്ച് മാത്രമേ അവർ അറിയുന്നുള്ളൂ. നാടോടികളെ പോലെ അവർ ആടുകളെ മേയിച്ച് നീങ്ങുകയാണ്. മാസങ്ങൾ കഴിഞ്ഞ് ഭവനത്തിലെത്തുമ്പോൾ
ഭവനത്തിലെ കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് അവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ആട്ടിടയന്മാർക്ക് സന്ദേശം കൊടുക്കാൻ ആയിരക്കണക്കിന് ദൈവദൂതന്മാരെ ദൈവം അണിനിരത്തുന്നത്. ദൈവദൂതന്മാർ ഈ ആട്ടിടയന്മാരുടെ മുമ്പിലെത്തുന്നു. ആട്ടിടയന്മാർ ചാക്ക് പുതച്ച് ആ തണുപ്പത്ത് കിടക്കുകയാണ്. അവരുടെ ഗുഹയുടെ മുമ്പിൽ ആടുകളെ മേയിച്ചുകൊണ്ട് കിടക്കുന്ന ഈ ആട്ടിടയന്മാർക്ക് ദൈവത്തിന്റെ ദൂതൻ സന്ദേശം നൽകുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായി ക്രിസ്തു പിറന്നിരിക്കുന്നു. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. ഈ ആട്ടിടയന്മാരുടെ 3 പ്രത്യേകതകൾ ഇന്നത്തെ വചനം വിവരിക്കുന്നുണ്ട്. ഇടയന്മാർ ദൂതന്മാർ പറഞ്ഞതനുസരിച്ച് ഉടനെ രക്ഷകനെ കാണാനായിട്ട് പുറപ്പെടുകയാണ്, രക്ഷകനെ കണ്ടെത്തുകയാണ്. രണ്ടാമതായി ഈ ഇടയന്മാരുടെ പ്രത്യേകത, അവർക്ക് ലഭിച്ച ആ സന്തോഷത്തിന്റെ സദ്വാർത്ത ലോകമെങ്ങും പങ്കുവെക്കുക, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. നമുക്കെല്ലാവർക്കും വലിയൊരു ചുമതലയുണ്ട്. യേശുവിന്റെ സന്ദേശം നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള വലിയ ചുമതല നമുക്കുന്നുണ്ട്. മൂന്നാമതായി ആട്ടിടയന്മാരുടെ പ്രത്യേകതയായിട്ട് കാണുന്നത്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി. ഓരോ ക്രിസ്മസിനും നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ മകനെ രക്ഷകനായി, നമ്മിൽ ഒരുവനായി, നമ്മോടുകൂടെ ആയിരിക്കാനായി തൻ്റെ മകനെ അയച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഓരോ ക്രിസ്മസിലും നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എഴുന്നേറ്റ് നിന്ന് പ്രദക്ഷിണത്തിനായി നിരക്കാം. തിരികൾ കത്തിച്ച് പ്രദക്ഷിണത്തിനായി നിരക്കുക. മുൻപിൽ തിരികൾ. ഉണ്ണി പിറന്നു ബെത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ. നിർമ്മലബോധമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. ഉണ്ണി പിറന്നു ബെത്ലഹേമിൽ, മംഗളമരുളാൻ വന്നിടുവിൻ. നിർമ്മലബോധമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. ആദിരാവിൻ അണിനീരിൽ പൂനിലാവിൻ പുഞ്ചിരിയിൽ, ആദിരാവിൻ അണിനീരിൽ പൂനിലാവിൻ പുഞ്ചിരിയിൽ, നീലവാനിലെ സുരദീപം താഴിറങ്ങി വരുന്നുലകിൽ, താഴിറങ്ങി വരുന്നുലകിൽ. ഉണ്ണി പിറന്നു ബെത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ. നിർമ്മലബോധമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. വിണ്ണിലേറ്റനു കീർത്തനവും മണ്ണിൽ മാനവനാശകളും, വിണ്ണിലേറ്റനു കീർത്തനവും മണ്ണിൽ മാനവനാശകളും, നേരുന്നു
പാടുന്നു. ഉണ്ണി പിറന്ന